Audio Jungle. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. കദളിക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. FSETO ജില്ലാ സെക്രട്ടറി S. സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റബ്ബർ തൈകളിൽ കൃത്രിമമായി ശാഖകൾ മുളപ്പിക്കുന്നതിന് കണ്ടെത്തിയ പുതിയ രീതിക്ക് പ്രചാരമേറുന്നു. മലങ്കര റബ്ബർ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അബ്ദുൽ ഹമീദാണ് പുതിയ രീതി കണ്ടെത്തിയിരിക്കുന്നത്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ തിരുനാളിന് തുടക്കം കുറിച്ച് ഫാദർ പോൾ നെടുപ്പുറം കൊടിയേറ്റി. ഞായറാഴ്ച കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷയും നടന്നു. അഴിമതി കേസുകൾ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജിനെതിരായ നടപടി സ്വാഗതാർഹമാണെന്നും സുധീരൻ. വാർത്തകൾ വിശദമായി. കദളിക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസാണ്. പക്ഷെ പോലീസിനെ എല്ലാവരും കുറ്റപ്പെടുത്തും. പോലീസിന് നല്ല വാക്കാരും എപ്പോഴും പോലീസിന് കിട്ടുന്നത് കയ്യടി ഒരിക്കലും കിട്ടാറില്ല, കല്ലേറ് മാത്രമേ പോലീസിന് കിട്ടാറുള്ളൂ. പക്ഷേ ഇവരൊക്കെ 24 മണിക്കൂറും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ് എന്ന് നമ്മൾ മറന്നു പോവുകയാണ്. നിങ്ങൾ ഏത് രാത്രിയിൽ വിളിച്ചാലും പോലീസുകാർ വരും. കാരണം 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ അവർ നിർബന്ധിത. കേരളത്തിലെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും അങ്ങനെ ജോലി ചെയ്യാറില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ പോലീസുകാർ ഉണർന്നിരിക്കും. കാരണം നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ആ പോലീസുകാർക്കാണ്. കുറ്റപ്പെടുത്താൻ വളരെ നമ്മുടെ നാട്ടിൽ ഏത് സംഭവം ഉണ്ടായാലും 2 അഭിപ്രായം ഉണ്ടാവും. അമ്മയെ കൊന്നാലും 2 അഭിപ്രായങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പോലീസ് ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പോലീസ് ഈ നാട്ടിൽ ചെയ്യുന്ന സേവനങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. സമൂഹത്തിന്റെ ഭാഗമാണ്. പോലീസിൽ കുഴപ്പക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ളവരെ അതിനനുസരിച്ച് നിയന്ത്രിക്കാനുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. പോലീസിൽ എല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. സമൂഹത്തിൽ എല്ലാവരും നല്ലവരല്ലല്ലോ. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം നൽകാൻ ഉള്ളവരാണ് എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക്. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കാം, പോലീസ് ഇല്ലാത്ത ഒരു കാലം എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലെ കൊലപാതകവും പിടിച്ചുപറിയും അക്രമങ്ങളും അരാജകത്വവും വർദ്ധിക്കും. അപ്പൊ പോലീസ് സേന. മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പോലീസ് സൂപ്രണ്ട് സതീഷ് ബിനോ IPS പദ്ധതി വിശദീകരണം നടത്തി. നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ എൻഡോമെന്റ് സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളിൽ പ്രതിഭകളെ ആദരിച്ചു. പള്ളി വികാരി ഫാദർ ജോൺ J. ചാത്തോളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. DYSP ആന്റണി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപി, സർക്കിൾ ഇൻസ്പെക്ടർ വിശാൽ ജോൺസൺ, നോഡൽ ഓഫീസർ ബിജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.82 അടിയായി കുറഞ്ഞു. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങിയതുമാണ് ജലനിരപ്പ് കുറയാൻ കാരണം. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് നേരിയ തോതിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ജലനിരപ്പ് 142 അടി എത്തിയ സാഹചര്യത്തിലും വൃഷ്ടിപ്രദേശത്ത് മഴയുടെ സാധ്യത നിലനിൽക്കുന്നതിനാലുമാണ് വലിയ അളവിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ വെള്ളം സംഭരിക്കുന്നതിനായി വൈഗ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം തുറന്നുവിട്ടും ജലനിരപ്പ് പടിപടിയായി കുറച്ച് 140 നിർത്തുകയാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിനിടെ ദുരന്ത നിവാരണ സേന പെരിയാർ സന്ദർശനം നടത്തി. തുടർ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. ഒപ്പം പെരിയാർ തീരവാസികൾക്കിടയിൽ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായുള്ള പരിപാടികളും ആരംഭിച്ചു. മാനസിക ആരോഗ്യ വിദഗ്ധൻ കുട്ടികൾക്കായി കൗൺസിലിംഗും സംഘടിപ്പിച്ചു. വൃഷ്ടിപ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് കൃത്യതയോടെ രേഖപ്പെടുത്താൻ ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. ഇതിനായി ദുരന്ത നിവാരണ സമിതി അംഗം ഡോക്ടർ ശേഖർ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധർ തേക്കടി സന്ദർശിച്ചു. ആധുനിക സംവിധാനങ്ങളുള്ള ഡിജിറ്റൽ മഴമാപിനിയാണ് തേക്കടിയിൽ സ്ഥാപിക്കുക എന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു.
ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ തുടക്കമാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്ത് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി അത് വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നടപ്പി വരുത്തുന്നതിനുള്ള കാര്യങ്ങൾക്കാരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനിടെ ജലനിരപ്പ് ഉയർന്നതോടെ വനമേഖലയിലുണ്ടായ നാശം ഗ്രീൻ ട്രൈബ്യൂണലിൽ ഉന്നയിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു. ഇതിനായി മുഖ്യ വനപാലകരായ വി ഗോപിനാഥും അഡീഷണൽ CCF OT കൈലറും പെരിയാർ കടുവ സങ്കേതം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. BBC ന്യൂസ് ഇടുക്കി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അടൂർ പ്രകാശ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും റവന്യൂ വകുപ്പിൽ നിന്ന് കൊടുക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അവിടെ നിർദ്ദേശങ്ങൾ മാത്രമല്ല എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സജ്ജീകരണങ്ങൾ ഒരുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് സമയത്ത് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടവും എല്ലാവരെയും ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. അവർക്ക് സുരക്ഷിതമായി കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് സുരക്ഷിതത്വ വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. FSCTO സെക്രട്ടറി S. സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ സംസാരിക്കുകയും നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ആരോഗ്യ മേഖല തച്ചു തകർക്കാൻ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. നേഴ്സുമാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ നോക്കേണ്ട. നേഴ്സുമാരെ ബാധിക്കുന്ന അവർക്ക് നിലവിലുണ്ടായിരുന്ന പ്രൊമോഷൻ 2:1 എന്ന രീതിയിലുണ്ടായിരുന്ന പ്രൊമോഷൻ അട്ടിമറിക്കുവാൻ ശ്രമിച്ചത് AGNAയുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി തിരിച്ചുപിടിക്കുവാൻ സാധിച്ചുവെങ്കിൽ പോലും അത് വീണ്ടും ആ തീരുമാനം അട്ടിമറിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുമ്പോൾ അത് ഇല്ലാതാക്കണം എന്നാവശ്യമായിട്ടുള്ള മുദ്രാവാക്യം നമ്മൾ ഈ ധർമ്മയുടെ ഭാഗമായി എത്തി. അതോടൊപ്പം തന്നെ 1961 ഉണ്ടായ ഒരു സ്റ്റാഫ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നേഴ്സുമാരും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിലെ ഇതര ജീവനക്കാരും ജോലി ചെയ്യും. ഡിസ്പെൻസറികളും ഹെൽത്ത് സെന്ററുകളുമായിരുന്ന കാലത്ത് ഒരു ആശുപത്രിയിൽ ഒരൊറ്റ സ്റ്റാഫ് നേഴ്സ് മാത്രം 10-15 രോഗികൾ മാത്രം വരുമ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ന് 400-500 രോഗികളും അതിലേറെ IP-കളും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PR പുഷ്പവല്ലി, ജില്ലാ വൈസ് പ്രസിഡന്റ് MR രജനി, ജോയിന്റ് സെക്രട്ടറി പ്രീതി P. പ്രകാശ്, പുഷ്പ മോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. റബ്ബർ തൈകളിൽ കൃത്രിമമായി ശാഖകൾ മുളപ്പിക്കുന്നതിന് കണ്ടെത്തിയ പുതിയ രീതിക്ക് പ്രചാരമേറുന്നു. മലങ്കര റബ്ബർ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അബ്ദുൽ ഹമീദാണ് പുതിയ രീതി കണ്ടെത്തിയിരിക്കുന്നത്. റബ്ബർ തൈകളിൽ കൃത്യമായി ശാഖകൾ മുളപ്പിക്കുന്നതിന് മലങ്കര റബ്ബർ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അബ്ദുൽ ഹമീദ് കണ്ടെത്തിയ രീതിക്ക് പ്രചാരം ഏറുകയാണ്. അഗ്രമുകളം നശിപ്പിക്കാതെ ശാഖകൾ മുളപ്പിക്കുന്നതിനുള്ള ചെലവില്ലാത്ത രീതിയാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. ആവശ്യത്തിന് ഉയരമെത്തിയ റബ്ബർ തൈയുടെ കൂമ്പിലകൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കൂട്ടിക്കെട്ടുന്നതാണ് രീതി. ഇതോടെ കൂമ്പിനോട് ചേർന്ന് ശാഖകൾ മുളയ്ക്കാൻ തുടങ്ങും. റബ്ബർ ബാൻഡ് അഴിച്ചു കളയുന്നതോടെ അഗ്രമുകളം തടസ്സമില്ലാതെ വളരുകയും ചെയ്യും. അഗ്രമുകളം ഒടിച്ചു കളഞ്ഞ് ശാഖകൾ കിളിർപ്പിക്കുന്ന പഴയ രീതിക്ക് പകരമാണ് പുതിയ രീതി ഉപയോഗിക്കുന്നത്. മരത്തിൻ്റെ മുകളിലേക്കുള്ള വളർച്ച തടസ്സപ്പെടുത്താതെ തായ്തണ്ടിന് ബലവും വണ്ണവും വയ്പ്പിക്കുന്നതാണ് പുതിയ രീതി. ഈ രീതി അവലംബിക്കുന്നത് മൂലം മികച്ച കറ ഉൽപ്പാദനവും വലിപ്പമുള്ള തടികളും ലഭിക്കുന്നതായി അബ്ദുൽ ഹമീദ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 2004 മുതൽ മലങ്കര എസ്റ്റേറ്റിൽ
വളരെ വിജയകരമായി നടന്നു വരുന്ന ഒരു സംവിധാനമാണ് ചെറിയ റബ്ബർ തൈകളിൽ ശാഖകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതി. 100% മലങ്കരയിൽ വിജയിച്ച ഒരു പരിപാടി, വളരെ ലളിതമായ ഒരു പരിപാടി, ആർക്കും ഏത് സമയത്തും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, കൃഷിക്കാരന് സ്വന്തമായിട്ടും സാമ്പത്തിക നഷ്ടം കൂടാതെ തന്നെ കൃഷിക്കാരന് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 100% വിജയമാണ് ഈ സംവിധാനം. അത് വളരെ ലളിതമായിട്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ലളിതമായിട്ട് പറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നൊരു കാര്യമാണ്. 10 വർഷമായി അബ്ദുൽ ഹമീദ് നിർദ്ദേശിച്ച രീതിയാണ് മലങ്കര എസ്റ്റേറ്റിൽ അവലംബിച്ചു വരുന്നത്. മികച്ച ഉൽപ്പാദനം ഇതുമൂലം ലഭിക്കുന്നതായി അസിസ്റ്റന്റ് മാനേജർ ബിജോ ബാബു പറയുന്നു. ബാലൻസ്ഡ് പ്രൂണിങ് ഇവിടെ 2004 മുതൽ ഇവിടെ മലങ്കര എസ്റ്റേറ്റ് ചെയ്തു പോരുന്നതാണ്. ഇതിൻ്റെ മെച്ചമെന്ന് പറഞ്ഞാൽ വിൻഡ് ഡാമേജ് വളരെയധികം കുറവുണ്ട്. കാരണം ഒരു ബാലൻസ് രീതിയിലാണ് ഈ മരങ്ങൾ വളരുന്നത്. പുറമേ നോക്കിയാലും ഇപ്പം കർഷകൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റർമാരോ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിൻഡ് ഡാമേജ് ഉണ്ട്. അത് വളരെയധികം ഈ ബാലൻസ് പ്രൂണിങ് വളരെയധികം ഇവിടെ കുറവ് വന്നിട്ടുണ്ട്. വിരമിക്കൽ പ്രായം പിന്നിട്ടെങ്കിലും അബ്ദുൽ ഹമീദിൻ്റെ സേവന കാലാവധി എസ്റ്റേറ്റ് നീട്ടി നൽകിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എസ്റ്റേറ്റിൻ്റെ കൃഷിരീതിയായി മാറുന്നതാണ് കാരണം. കേരളോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭാംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടുന്ന ടീമും മർച്ചന്റ്സ് അസോസിയേഷനും തമ്മിൽ സൗഹൃദ വടംവലി മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ടീം വിജയിച്ചു. ആവേശകരമായ മത്സരം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. മർച്ചന്റ് അസോസിയേഷൻ വിജയിച്ചതായും പ്രത്യേകം അറിയിക്കുകയാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ തൊടുപുഴ രാജീവ് ഭവനിൽ സംയുക്ത യോഗം സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, DCC അംഗങ്ങൾ, പോഷക സംഘടനാ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, മണ്ഡലം ചുമതലയുള്ള നേതാക്കൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് നടന്നത്. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, PP സുലൈമാൻ റാവുത്തർ, S അശോകൻ, CP മാത്യു, TJ ജോസഫ് തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി. ശബരിമലയിൽ കൂടുതൽ സൗകര്യമൊരുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. പ്ലാസ്റ്റിക് രഹിത ശബരിമല പദ്ധതി പ്ലാപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ഓരോ വർഷവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ജില്ലാ ഭരണകൂടം, കുടുംബശ്രീ ജില്ലാ മിഷൻ, ശുചിത്വ മിഷൻ, കാനറ ബാങ്ക്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലാപ്പള്ളിയിൽ സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് രഹിത ശബരിമല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്ലാസ്റ്റിക് രഹിത ശബരിമല 2014 ക്യാമ്പയിൻ നമ്മൾ ആരംഭം കുറിച്ചു. ഈ ശബരിമല സീസൺ സമയത്ത് അത് യാഥാർത്ഥ്യമാക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദൗത്യവുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KB വത്സലകുമാരി, അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VN സുധാകരൻ, TD വർഗീസ്, അടൂർ RDO, MA റഹീം, ജില്ലാ മിഷൻ കോർഡിനേറ്റർ S സാബിർ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.